സ്വതന്ത്രയെ പിന്തുണച്ച് പാലാ നഗരസഭാ ഭരണം ഇടതുമുന്നണി പിടിച്ചു. മായ രാഹുൽ പുതിയ അധ്യക്ഷ. കോൺഗ്രസ് വിമതരും മായയ്ക്ക് വോട്ട് ചെയ്തു. ലഭിച്ചത് 16 വോട്ട്. UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 10 വോട്ട്. കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. 13-കാരിയായ പെൺകുട്ടിക്ക് ശിവൻകുട്ടിയോടുണ്ടായിരുന്നത് കടുത്ത വൈരാഗ്യം. ശിവൻകുട്ടിയെ കൊല്ലുമെന്ന് മുൻപും പറഞ്ഞതായി മൊഴി. പെൺകുട്ടിയും ശിവൻകുട്ടിയുമായി വഴക്ക് പതിവ്. കൊല്ലപ്പെട്ടയാളിൽ നിന്ന് മോശം അനുഭവമുണ്ടായെന്ന മൊഴിയും പരിശോധിക്കുന്നു. എക്സൈസ് സംഘത്തെ കണ്ട് കായലിൽ ചാടിയ യുവാവ് മരിച്ചു. മരിച്ചത് തിരുവനന്തപുരം വെട്ടൂർ സ്വദേശി ഷഹാൻ. ലഹരി ഉപയോഗം അധ്യാപകരെ അറിയിച്ചുവെന്നാരോപിച്ച് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. തൊടുപുഴയിൽ കുട്ടിയുടെ ജനനേന്ദ്രിയം ഇടിച്ചു തകർത്തു. അമ്പലപ്പുഴയിൽ 1.5 വയസ്സുകാരൻ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് സൂചന. മെസ്സി വിവാദത്തിലെ GST തട്ടിപ്പിൽ SIT ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് നൽകിയേക്കും. GST ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചെന്ന് പ്രാഥമിക നിഗമനം. സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയത് 22.68 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ്. മാസപ്പടി കേസിൽ വീണ ടിക്കൊപ്പം റിയാസിനും കുരുക്കുമുറുക്കി ED. റിയാസിന്റെ സുഹൃത്തുക്കൾ ED റഡാറിൽ. തന്നെ വേട്ടയാടുന്നുവെന്ന് റിയാസ്. ലേക്കർ ഇന്ത്യയെക്കുറിച്ച് തന്റെ നാമനിർദ്ദേശ പത്രികയിൽ ഉണ്ടെന്നും വിശദീകരണം. രാഷ്ട്രീയ പകപോക്കലിന് ശ്രമിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. കേരളയിൽ സമരക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കുമെന്ന സർക്കാർ വാഗ്ദാനം നടപ്പായില്ല. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഇപ്പോഴും നിരവധി കേസുകൾ പിൻവലിക്കുകയാണെന്ന കാര്യം ഇതുവരെ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടില്ല. ഒരു മാസത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം UAEക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. 2 ബാലിസ്റ്റിക് മിസൈലുകൾ എത്തിയെന്ന് പ്രതിരോധ മന്ത്രാലയം. ആരോപണം നിഷേധിച്ച ഇറാനുമായുള്ള എല്ലാവിധ വ്യാപാര, വാണിജ്യ, സാമ്പത്തിക ഇടപാടുകളും ഉടനടി നിർത്തിവെക്കുന്നതായി UAE. ISIയുടെ കളിപ്പാവയായ ഷെഹ്സാദ് ഭട്ടി ഉപയോഗിച്ചത് ഇന്ത്യൻ യുവാക്കളെ. ഇൻസ്റ്റഗ്രാമിൽ 2.5 ലക്ഷവും ഫേസ്ബുക്കിൽ 4.5 ലക്ഷത്തിലധികവും ഫോളോവേഴ്സ്. ഉപയോഗിച്ചത് ഈ ഓൺലൈൻ ജനപ്രീതി. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിരന്തരം ലൈക്ക് ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ ചെയ്യുന്ന ഇന്ത്യൻ ചെറുപ്പക്കാരെ ലക്ഷ്യമിട്ടു. ലഷ്കർ-ഇ-തൊയ്ബ സ്ഥാപകൻ ഹാഫിസ് സെയ്ദ് 10,000-ലധികം യുവാക്കളെ കാശ്മീരിൽ പോരാടാനായി അയച്ചിരുന്നുവെന്ന് പാകിസ്ഥാൻ മതപണ്ഡിതൻ. യുവാക്കളെ കമാൻഡോകളെന്ന് വിശേഷിപ്പിച്ച മൗലാന നാസർ മദനി. ഇന്ത്യയുടെ ദീർഘകാല ആരോപണങ്ങളെ ശരിവെക്കുന്ന അവകാശവാദങ്ങൾ.